Still good evening. നമ്മൾ ഇന്ന് അടുത്ത് എടുക്കുന്നത് ഓഗസ്റ്റ് 2023 മുതൽ ഡിസംബർ 2023 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പില് ഗോൾഡ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആണ് നീരജ് ചോപ്ര എന്ന് പറയുന്നത്. വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പില് ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് ആരാണ് ചോദിച്ചത്? അത് നീരജ് ചോപ്രയാണ്. മെൻസ് ജാവലിൻ ത്രോ ആണ് ഇവന്റ്. ബുഡാപെസ്റ്റ് ഹംഗറിയിൽ വെച്ച് നടന്ന വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലാണ് അദ്ദേഹം ഗോൾഡ് മെഡൽ വൺ ചെയ്തത്. രണ്ടായിരത്തി 2022 സ്മാർട്ട് സിറ്റീസ് അവാർഡില് ബെസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശും ബെസ്റ്റ് സിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോറും ആയിരുന്നു. സോ ബെസ്റ്റ് സിറ്റി ഇൻഡോറും ബെസ്റ്റ് സ്റ്റേറ്റ് മധ്യപ്രദേശുമായിരുന്നു. യൂണിയൻ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രി ആണ് ഇന്ത്യ സ്മാർട്ട് സിറ്റീസ് അവാർഡ്സ് 2022 കൊടുക്കുന്നത്. The country which is set to host 5th World Coffee Conference. അഞ്ചാമത് വേൾഡ് കോഫി കോൺഫറൻസ്. അഞ്ചാമത് വേൾഡ് കോഫി കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യം ഇന്ത്യ. നമ്മൾ കഴിഞ്ഞ PPT പഠിച്ചിട്ടുണ്ടായിരുന്നു, കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 71ാമത് മിസ് വേൾഡ് മത്സരം ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 2024 വെന്യൂ നമ്മൾ പഠിച്ചിരുന്നു. അത് കസക്കിസ്ഥാൻ ആസ്ഥാനയിലാണ്. അതുപോലെ COP 28 കഴിഞ്ഞ വർഷം 2023 COP 28 UAE-യിലും ഈ വർഷം 2024 COP 29 നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? COP 29 അസർബൈജാൻ അല്ലെ. COP 29 അസർബൈജാൻ ബാക്കു ആണ് അല്ലെ. Then COP 30 അടുത്ത വർഷം 2025 COP 30. COP 30 നടക്കാൻ പോകുന്നത് ബ്രസീലിലും ആണ്. മൗണ്ട് എൽബ്രൂസ് കോൺകർ ചെയ്ത IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. സോ മൗണ്ട് എൽബ്രൂസ് കോൺകർ ചെയ്ത ഇന്ത്യൻ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. ഇദ്ദേഹം മൗണ്ട് കിളിമഞ്ചാരോയും കോൺകർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മൗണ്ട് എൽബ്രൂസും കോൺകർ ചെയ്ത ഇന്ത്യൻ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. പുറം രാജ്യങ്ങളിൽ വെച്ച് മരിച്ച ഇന്ത്യക്കാരുടെ ഡെഡ് ബോഡി ഇന്ത്യയിലേക്ക് എത്തിക്കാനായിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത പോർട്ടലിന്റെ പേരാണ് കെയർ പോർട്ടൽ. നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞു, കെയർ എന്ന് പറയുന്ന സ്കീം, KARE കെയർ എന്ന് പറയുന്ന സ്കീം കേരളത്തിലെ റയർ ഡിസീസ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ് കെയർ, KARE എന്ന് പറയുന്നത്. ഇത് കെയർ പോർട്ടൽ. എന്താണ് കെയർ പോർട്ടൽ എന്ന് പറയുന്നത്? വിദേശത്ത് വെച്ച് മരിച്ച ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഗവൺമെന്റ് ഫെസിലിറ്റി ചെയ്യുന്ന പോർട്ടലാണ് കെയർ പോർട്ടൽ. അടുത്തത് ഓപ്പറേഷൻ ഫോഴ്സ്. അതായത് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് ഫുഡ് ബിസിനസ് നടത്താനായിട്ടുള്ള ലൈസൻസ് എടുത്തോ എന്ന് ഉറപ്പിക്കുന്നതിനായി കേരള ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ലൈസൻസ് ഡ്രൈവ് ആണ് ഓപ്പറേഷൻ ഫോഴ്സ്. ഇത് ലൈസൻസ് ഡ്രൈവ് ആണ് ആരുടെ? കേരള ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്. എന്തിനു വേണ്ടിയിട്ട്? ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സ് മാൻഡേറ്ററി ലൈസൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഡ്രൈവ് ആയിരുന്നു ഓപ്പറേഷൻ ഫോഴ്സ്. കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് കമ്മീഷൻ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തി. കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് കമ്മീഷന്റെ ചെയർമാനായി അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് AA റഷീദ്. അതുപോലെ സൈൻ ലാംഗ്വേജ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് സൈൻ ചെയ്ത country which said sign language is the official language recently. Okay, ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് സൈൻ ലാംഗ്വേജിനെ ഉൾപ്പെടുത്തിയ രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. കേരള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ നമ്മൾ പറഞ്ഞു S. മണികുമാർ ആണ്.
ആശിഷ് ദേശായി ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, അടുത്തത് റീസെന്റ് കൺസ്ട്രക്ട് ചെയ്ത ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്റർ കേരളത്തില് പുള്ളിക്കായം കോടഞ്ചേരി, കോഴിക്കോട് പുള്ളിക്കായം കോടഞ്ചേരിക്ക് അടുത്താണ് കേരളത്തിലെ ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്റർ വരുന്നത്. നമ്മൾ ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ എവിടെയാണെന്നാ പഠിച്ചത്? അത് വർക്കലയിലാണ് അല്ലെ? 2024 മാർച്ചിലാണ് ഇന്റർനാഷണൽ സർഫിംഗ് ഫെസ്റ്റിവൽ എന്നാണ്. ഇത് ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്റർ. ഓക്കെ, ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്റർ അത് കോടഞ്ചേരി, കോഴിക്കോട് കോടഞ്ചേരിക്കടുത്ത് പുള്ളിക്കായം എന്ന് പറയുന്ന സ്ഥലത്താണ്. മലബാർ റിവർ ഫെസ്റ്റിവലുമായിട്ട് അനുബന്ധിച്ചാണ് കയാക്കിംഗ് കോമ്പറ്റീഷൻ ഒക്കെ നടക്കുന്നത്. കയാക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നത് കോഴിക്കോടാണ്. ഓക്കെ, കോഴിക്കോട്. Then the first message received from Chandrayaan-3 to ISRO. ISROയില് Chandrayaan-3യിൽ നിന്ന് ലഭിച്ച ആദ്യ മെസ്സേജ് ആണ് I am feeling lunar gravity. I am feeling lunar gravity. മണിപ്പൂർ വയലൻസ് കേസിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട 3 വിമൻ ജഡ്ജസിൽ ഒരെണ്ണം മലയാളി ജഡ്ജാണ്. ആ മലയാളി ജഡ്ജാണ് ആശ മേനോ. The Malayali judge included in the 3 women judge panel appointed to look into Manipur violence case. മണിപ്പൂർ വയലൻസ് കേസിൽ നിയമിതമായ 3 സ്ത്രീകളുള്ള ജഡ്ജ് പാനലിലെ മലയാളിയായ ജഡ്ജാണ് ആശ മേനോ. The first Indian state to pass a resolution against implementation of Uniform Civil Code. യൂണിഫോം സിവിൽ കോഡിന് എതിരായിട്ട് റെസൊല്യൂഷൻ കൊണ്ടുവന്ന ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് കേരളമാണ്. എന്നാൽ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിയമം പാസാക്കിയ ആദ്യ ലെജിസ്ലേറ്റീവ് അസംബ്ലി അത് ഉത്തരാഖണ്ഡിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. അടുത്തത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഡിഫൻസ് മിനിസ്ട്രിയുടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എന്തിനു വേണ്ടിയിട്ട്? കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെ സൈബർ അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫൻസ് മിനിസ്ട്രിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. ഇന്ത്യയിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന ക്രിമിനൽ ലോയിൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ പേരുകൾ, അതിന്റെ ബില്ല് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ബില്ലിന്റെ പേരുകളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് IPC 1860 ആണ് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന പേരിൽ തിരുത്തുന്നത്. ഓക്കെ, സോ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് എന്തിന്റെ ബില്ലാണ്? ഇന്ത്യൻ പീനൽ കോഡ്. 1860 ഇന്ത്യൻ പീനൽ കോഡിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നതാണ് ഭാരതീയ ന്യായ സംഹിത. 356 സെക്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, 356 സെക്ഷൻസ് ആണ് ഈ ഭാരതീയ ന്യായ സംഹിതയിൽ വരാൻ പോകുന്നത്. 175 സെക്ഷനുകൾ അമെൻഡ് ചെയ്യും, 8 സെക്ഷൻസുകൾ ആഡ് ചെയ്യുകയും 22 സെക്ഷൻസുകൾ റിപ്പീൽ ചെയ്യുകയും ചെയ്യും. കാരണം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സിസ്റ്റം ആയിരുന്നു ഇതുവരെ 1860 മുതൽ 2023 വരെ ഇന്ത്യ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇതിനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ 3 ബില്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രണ്ടാമത്തത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അതായത് നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ CRPC, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, അത് 1973 നിലവിൽ വന്നത്. ഇതിനെയാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന പേരിലേക്ക് റീപ്ലേസ് ചെയ്യുന്നത്. മൂന്നാമത്തത് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത്. ഇതിനെയാണ് ഭാരതീയ സാക്ഷ്യ എന്ന് പറയുന്നത്, ഭാരതീയ സാക്ഷ്യ ബിൽ എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാൻ പോകും. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്യുന്നത് ഏതൊക്കെയായിട്ടാണ്?
നമ്മുടെ IPC, ഇന്ത്യൻ പീനൽ കോഡിനെ ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ അറിയപ്പെടും. അതുപോലെ ക്രിമിനൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ അറിയപ്പെടാൻ പോകുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും. ഇന്ത്യൻ എവിഡൻസ് ആക്ട് അറിയാൻ പോകുന്നത് ഭാരതീയ സാക്ഷ്യ ബില്ലുമാണ്. ഇതില് IPC നിലവിൽ വന്നത് 1860-ലായിരുന്നു. CRPC 1973-ലാണ് വന്നത്. 1872-ലായിരുന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത്. ഇതിപ്പോ ബില്ലായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ MP ബ്രിജ്ലാൽ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് IPS ഓഫീസർ ഹെഡ് ആയിട്ടുള്ള കമ്മിറ്റി ഇതിനെ കുറിച്ച് പഠിക്കുകയും അതിനുശേഷം ഇതിനെ നമ്മൾ നിയമമായിട്ട് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തു. ജൂലൈ 1, 2024 മുതലാണ് ഇത് നിയമമായിട്ട് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. 69ാമത് നെഹ്റു ട്രോഫി ബോട്ട് റേസിന്റെ ജേതാക്കൾ വിയ്യപുരം ചുണ്ടനാണ്. 69ാമത് നെഹ്റു ട്രോഫി ബോട്ട് റേസിന്റെ ജേതാക്കൾ വിയ്യപുരം ചുണ്ടൻ. Then G20 ഫിലിം ഫെസ്റ്റിവലില് ആദ്യത്തെ ഓപ്പണിംഗ് ഫിലിമായിട്ട് കാസ്റ്റ് ചെയ്യുന്നത് പാത്തേർ പാഞ്ചാലിയാണ്. പത്തേർ പാഞ്ചാലിയാണ് G20 ഫിലിം ഫെസ്റ്റിവലില് ഓപ്പണിംഗ് ഫിലിമായിട്ട് സ്ക്രീൻ ചെയ്യുന്നത് പത്തേർ പാഞ്ചാലി. അതുപോലെ ഓഗസ്റ്റ് 15, 2023 മരണപ്പെട്ട സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു ബൃന്ദേശ്വർ പഥക്. അദ്ദേഹത്തിന് ഭാരതരത്ന പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബൃന്ദേശ്വർ പഥക് സുലഭ് ഇന്റർനാഷണലിന്റെ ഫൗണ്ടർ കൂടിയാണ് ഈ ബൃന്ദേശ്വർ പഥക് എന്ന് പറയുന്നത്. ബൃന്ദേശ്വർ പഥക് ഇമ്പോർട്ടന്റ് ആണ്. ബൃന്ദേശ്വർ പഥക് ആരാണ്? ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് ബൃന്ദേശ്വർ പഥക് എന്ന് പറയുന്നത്. ബൃന്ദേശ്വർ പഥക് ഇദ്ദേഹം സുലഭ് ഇന്റർനാഷണലിന്റെ ഫൗണ്ടർ ആണ് ബൃന്ദേശ്വർ പഥക് എന്ന് പറയുന്നത്. ദെൻ ഇദ്ദേഹമാണ് ഓഗസ്റ്റ് 15, 2023 മരണപ്പെട്ടത്. പത്മഭൂഷൺ കിട്ടിയ 2024 പോസ്റ്റമസ് ആയിട്ട് പത്മഭൂഷൺ കിട്ടിയത് ഈ ബൃന്ദേശ്വർ പഥക്കിനാണ്. വിമൻസ് ഇന്റർനാഷണൽ മാസ്റ്റർ ടൈറ്റിൽ കിട്ടുന്ന ആദ്യ മലയാളി വനിതയാണ് നിമ്മി എ ജോർജ്. സോ ഫസ്റ്റ് വിമൻ ഫ്രം കേരള ടു റിസീവ് വിമൻസ് ഇന്റർനാഷണൽ മാസ്റ്റർ ടൈറ്റിൽ കിട്ടുന്ന മലയാളി വനിതയാണ് നിമ്മി എ ജോർജ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ വരുന്നത് തമിഴ്നാട്ടിലാണ്. ശ്രീപെരുമ്പത്തൂരില് സിപ്കോ ഇൻഡസ്ട്രിയൽ പാർക്കില് അവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡ്രോണുമായിട്ട് റിലേറ്റ് ചെയ്ത 2 പോയിന്റ്സ് പഠിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഡ്രോൺ പറത്താനായിട്ട് DGCAയുടെ ലൈസൻസ് നേടിയ വനിതയാണ് റിൻഷ പട്ടക്കൽ എന്ന് പറയുന്നത്. സോ ഡ്രോൺ പൈലറ്റ് ആയിട്ട് ലൈസൻസ് നേടിയ ആദ്യ മലയാളി റിൻഷ പട്ടക്കലാണ്. അതുപോലെ ഈ നമ്മളിപ്പോ പഠിച്ചതായിരുന്നു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിലെ സ്ത്രീകൾക്ക് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഡ്രോണിന്റെ സഹായത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ് നമോ ഡ്രോൺ ദീദി. നമ്മുടെ 2024 റിപ്പബ്ലിക് ഡേ പരേഡില് നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യാനായിട്ട് പ്രൈം മിനിസ്റ്ററിനെ അസിസ്റ്റ് ചെയ്ത 2 വനിതാ ആർമി ഓഫീസേഴ്സ് ആയിരുന്നു. ഒന്ന് നിക്കിത നായരും മറ്റൊന്ന് മേജർ ജാസ്മിനും. നിക്കിത നായരും അതുപോലെ മേജർ ജാസ്മിൻ. നീരാക്ഷി. എന്താണ് നീരാക്ഷി? വെള്ളത്തിനടിയിലെ മൈൻ ഡിറ്റക്ഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർ വാട്ടർ വെഹിക്കിളിന്റെ പേരാണ് നീരാക്ഷി എന്ന് പറയുന്നത്. ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ടു ഡിറ്റക്ട് മൈൻസ്.
ഏകദേശം 300 മീറ്റർ വരെ ഡെപ്തിൽ ഇതിന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 4 മണിക്കൂറോളം വെള്ളത്തിൽ അടിയിൽ എൻഡ്യൂറൻസ് ഉള്ള ഒരു വെഹിക്കിൾ കൂടിയാണ് ഇത്. കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയായ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സും അതുപോലെ തന്നെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്നാണ് ഈ ഒരു ഓട്ടോണമസ് വെഹിക്കിൾ അണ്ടർ വാട്ടർ വെഹിക്കിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നീരാക്ഷി പേര് വെള്ളത്തിനടിയിലെ കണ്ണ്, അതാണ് മീനിങ്. Then വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് മെൻസ് സിംഗിൾസ് നേടിയത് കുൻലാവുത് വിറ്റിറ്റ്സാൻ തായ്ലാൻഡുകാരനാണ്. വിമൻസ് സിംഗിൾസ് നേടിയത് ആൻ സേയോങ് സൗത്ത് കൊറിയയാണ്. ആൻ സേയോങ് സൗത്ത് കൊറിയ. അതുപോലെ വേൾഡ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പില് ബ്രോൺസ് മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ് HS പ്രണോയ്. HS പ്രണോയ്. PS ശ്രീധരൻ പിള്ള, ഗോവ ഗവർണറാണ് PS ശ്രീധരൻ പിള്ള. ഇദ്ദേഹത്തിന്റെ 3 പുതിയ ബുക്കുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് നേച്ചറിനെ കുറിച്ചും, മറ്റൊന്ന് മരങ്ങളെ കുറിച്ചും, പിന്നെ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചും. ഇതില് ഒന്ന് ഹെറിറ്റേജ് ട്രീസ് ഓഫ് ഗോവയാണ്. 2 വെൻ പാരലൽ ലൈൻസ് മീറ്റ്, അത് ജിയോ പൊളിറ്റിക്കൽ ബുക്കാണ്. ദെൻ മൈ ഡിയർ ഡ്രീംസ്, ഇത് കുറെ കവിതകൾ ചേർന്നൊരു സമാഹാരമാണ്. വാഗ്നർ ഗ്രൂപ്പ് ചീഫ് പ്രിഗ്സോയിൻ കിൽഡ്. നമ്മുടെ റഷ്യയും അതുപോലെ തന്നെ ബലാറസും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട് അവിടെ കുറച്ച് വാർ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ, ഉക്രൈനും ഒക്കെ ആയിട്ട്. ആ സമയത്ത് വാഗ്നർ ഗ്രൂപ്പ് ഹെഡായ യെഗ്നി പ്രിഗ്സോയിൻ ആണ് ഒരു പ്ലെയിൻ ക്രാഷിൽ മരണപ്പെട്ടത്. ഈ വാഗ്നർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് മിലിറ്ററി കമ്പനിയാണ്. ഹെഡ് ക്വാർട്ടർ ചെയ്തിരിക്കുന്നത് റഷ്യയിലാണ്. ഫിഫ വിമൻസ് വേൾഡ് കപ്പ് 2023 ഫിഫ വിമൻസ് വേൾഡ് കപ്പ് എടുക്കുകയാണെങ്കിൽ ജേതാക്കൾ സ്പെയിനാണ്. അതിൽ ഗോൾഡൻ ബൂട്ട് കിട്ടിയത് ഹിനാത്ത മിയാസാവയ്ക്കും, ഗോൾഡൻ ബോൾ അവാർഡ് കിട്ടിയിരിക്കുന്നത് എയ്റ്റ്ന ബൊൺമാറ്റിക്കും, അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലോവ് കിട്ടിയിരിക്കുന്നത് മേരി ആപ്സിനുമാണ്. ബെസ്റ്റ് യങ് പ്ലെയർ സാൽമ പാരുലിയോലിയോ ആണ്. ഓക്കെ, ഫിഫ വിമൻസ് വേൾഡ് കപ്പ് 2023. ഫിഫ വിമൻസ് വേൾഡ് കപ്പ് 2023 ഇമ്പോർട്ടന്റ് ആണ്. ഫിഫ വിമൻസ് വേൾഡ് കപ്പ് 2023. ഓക്കെ, ഈ ഫിഫ വിമൻസ് വേൾഡ് കപ്പ് 2023 വിന്നേഴ്സ് ആരായിരുന്നു? അത് സ്പെയിൻ ആയിരുന്നു. വിന്നേഴ്സ് സ്പെയിൻ ആയിരുന്നു. ഓക്കെ, 2023 ഫിഫ വിമൻസ് വേൾഡ് കപ്പ് വിജയിച്ചത് സ്പെയിൻ. ഇതിൽ ഗോൾഡൻ ബൂട്ട് അവാർഡ് കിട്ടിയത് ആർക്കായിരുന്നു? ഗോൾഡൻ ബൂട്ട് അവാർഡ് കിട്ടിയത് അത് ഹിനാത്ത മിയാസാവയ്ക്കായിരുന്നു. ഹിനാത്ത മിയാസാവെ ജപ്പാൻകാരിയാണ് ഹിനാത്ത മിയാസാവെ എന്ന് പറയുന്നത്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോള് കിട്ടിയതിനാണ് ഗോൾഡൻ ബൂട്ട് അവാർഡ് കൊടുക്കുന്നത്. ഗോൾഡൻ ബോൾ നമ്മൾ പറഞ്ഞു എയ്റ്റ്ന ബോൺമാറ്റി, സ്പെയിൻ ആണ് എയ്റ്റ്ന ബോൺമാറ്റി. അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലോവ് അത് മേരി ഇയാപ്സ് ആണ്, ഇംഗ്ലണ്ട് പ്ലെയർ ആണ് മേരി ഇയാപ്സ് എന്ന് പറയുന്നത്. അതുപോലെ ബെസ്റ്റ് യങ് പ്ലെയർ സാൽമ പാരുലിയോ ആണ്, സ്പെയിൻ കളിക്കാരിയാണ്, 19 വയസ്സാണ് ഉള്ളത്. കമ്പാല ഡിക്ലറേഷൻ. ഓക്കെ, കമ്പാല ഡിക്ലറേഷൻ 48 ആഫ്രിക്കൻ രാജ്യങ്ങൾ ചേർന്ന് അഡോപ്റ്റ് ചെയ്ത ഡിക്ലറേഷൻ ആണ് കമ്പാല ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് കാരണം ആഫ്രിക്കയിൽ ഉണ്ടാകുന്ന മൈഗ്രേഷനും അവിടുത്തെ എൻവയോൺമെന്റൽ ഇഷ്യൂസും ഒക്കെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള ഡിക്ലറേഷൻ ആണ്. ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള മൈഗ്രേഷനും ഫേസ് ചെയ്യുന്ന രാജ്യം കൂടിയാണ് ആഫ്രിക്ക.
ദെൻ ആദിത്യ L1 സോളാർ മിഷൻ ഇന്ത്യയുടെ ആദ്യത്തെ സോളാർ മിഷൻ ആണ്. സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനായ ISROയുടെ സോളാർ മിഷൻ ആണ് ആദിത്യ L1. ഇത് ലോഞ്ച് ചെയ്തത് സെപ്റ്റംബർ 2, 2023 ജനുവരി 6, 2024 ഇത് L1 പോയിന്റിൽ എത്തിച്ചേരുകയും ചെയ്തു. ശ്രീഹരിക്കോട്ട സ്പേസ് പോർട്ടിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് പോർട്ടാണ് നമ്മുടെ ശ്രീഹരിക്കോട്ട. രണ്ടാമത്തെ ISROയുടെ രണ്ടാമത്തെ സ്പേസ് പോർട്ട് വരുന്നത് തമിഴ്നാട് കുലശേഖര പട്ടണത്തിലാണ്. ഓക്കെ, ഈ ആദിത്യ L1 പ്രധാന ഉദ്ദേശം സണ്ണിന്റെ ഹാലോ ഓർബിറ്റായ ലാഗ്രേഞ്ച് പോയിന്റ് ചുറ്റും നിന്ന് സൺ എർത്ത് സിസ്റ്റത്തിനെ കുറിച്ചും സണ്ണിനെ കുറിച്ചും ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ മിഷന്റെ ഉദ്ദേശം. മഞ്ചാടി കേരളത്തിലെ മാത്തമാറ്റിക്സ് ലേണിംഗ് കുറച്ചും കൂടി കുട്ടികളിൽ അഡാപ്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ടീച്ചിങ് പ്രോഗ്രാം ആണ് മഞ്ചാടി എന്ന് പറയുന്നത്. KDESCന്റെ പ്രോഗ്രാം ആണ് മഞ്ചാടി. ചന്ദ്രയാൻ 3 ഇന്ത്യയുടെ ലൂണാർ സൗത്ത് പോളിലേക്കുള്ള സോഫ്റ്റ് ലാൻഡിംഗ് ഉള്ള ആദ്യത്തെ മിഷൻ ആയിരുന്നു ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ജൂലൈ 14, 2023 ഈ മിഷൻ ലോഞ്ച് ചെയ്തത്. ഓർബിറ്റിൽ എത്തിയത് ഓഗസ്റ്റ് 5, 2023 സൗത്ത് പോളില് ലാൻഡ് ചെയ്തത്, ചന്ദ്രന്റെ സൗത്ത് പോളില് ലാൻഡ് ചെയ്തത് 23 ഓഗസ്റ്റ് 2023 ഈ 3 ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ ചന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ഇതിന്റെ ഉദ്ദേശം ചന്ദ്രന്റെ സൗത്ത് പോളിലെത്തുക എന്നുള്ളതായിരുന്നു. അത് 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടി ഈ ക്ലബിലേക്ക് വരുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. അതിനുശേഷം പുറകിൽ ജപ്പാനാണ്. 5ാമത്തെ രാജ്യമായിട്ട് മൂണിന്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്തത് ജപ്പാനാണ്. ദെൻ LVM 3M4 എന്ന വെഹിക്കിളിലായിരുന്നു ചന്ദ്രയാൻ 3യുടെ യാത്ര. ഇതിന്റെ റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നും ലാൻഡറിന്റെ പേര് വിക്രം എന്നും ആയിരുന്നു. ഓക്കെ, അപ്പൊ ചന്ദ്രയാൻ 3യുടെ ദൗത്യം ലോഞ്ച് ചെയ്തത് 14 ജൂലൈ 2023 ഓഗസ്റ്റ് 5, 2023 ലൂണർ ഓർബിറ്റിൽ എത്തിയത്. സോഫ്റ്റ് ലാൻഡ് ചെയ്തത് 23 ഓഗസ്റ്റ് 2023 ചന്ദ്രയാൻ 3 മൂണില് ലാൻഡ് ചെയ്തതിനു ശേഷം ഇന്ത്യയിലേക്ക് അയച്ച മെസ്സേജ് എന്തായിരുന്നു? ഇന്ത്യ, ഐ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. അതുപോലെ ചന്ദ്രയാൻ 3 ISRO സെന്റേഴ്സിലേക്ക് മൂണിന്റെ ഓർബിറ്റിൽ കയറി കഴിഞ്ഞതിന് ശേഷം ISROയുടെ കമ്മ്യൂണിക്കേഷൻ സെന്ററിലേക്ക് അയച്ച മെസ്സേജ് ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി എന്നാണ്. അപ്പൊ 2 മെസ്സേജ് നോക്കിയിരിക്കുക. മൂണിന്റെ ഓർബിറ്റിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അയച്ചത് ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി. എന്നാൽ സൗത്ത് പോളില് സോഫ്റ്റ് ലാൻഡ് ചെയ്തതിനു ശേഷം അയച്ചത് ഇന്ത്യ, ഐ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. ഈ ചന്ദ്രയാൻ മിഷനിൽ കൊണ്ടുപോയ ഉപകരണങ്ങളായിരുന്നു. ഒന്ന് ചാസ്റ്റയാണ്. ഇത് ചന്ദ്രന്റെ തേർമൽ കണ്ടക്ടിവിറ്റിയും ടെമ്പറേച്ചറും പഠിക്കാനായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. ലൂണാർ സർഫസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 50°C ആണ്. അടുത്തത് ലൂണ 25 മിഷൻ ആണ്. ഇത് റഷ്യയുടെ ലൂണാർ ലാൻഡർ മിഷൻ ആയിരുന്നു. ലൂണ 25 2023 ഓഗസ്റ്റ് 10 ഇത് ലോഞ്ച് ചെയ്തെങ്കിലും ഇത് മൂണിന്റെ സർഫസിൽ വെച്ചിട്ട് ക്രാഷ് ആവുകയാണ് ചെയ്തത്. ദെൻ മൂൺ സ്നൈപ്പർ, ഇത് ജപ്പാന്റെ ലൂണാർ മിഷൻ ആയിരുന്നു. മൂണിന്റെ ഒറിജിനെ കുറിച്ചും യൂണിവേഴ്സിന്റെ ഒറിജിനെ കുറിച്ചും ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. മൂൺ സ്നൈപ്പർ ജപ്പാൻ. അപ്പൊ ഇതുവരെ 5 രാജ്യങ്ങളാണ് മൂണിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 5ാമത്തെ രാജ്യം ജപ്പാനും 4ാമത്തെ രാജ്യം ഇന്ത്യയുമാണ്. ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ, വെരി ഇമ്പോർട്ടന്റ്, ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ ആണ് പളനിവേൽ വീരമുത്തുവേൽ. അതുപോലെ മിഷൻ ഡയറക്ടർ ആണ് S. മോഹൻകുമാർ.
ഇൻഫോസിസിന്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായ ടെന്നീസ് താരമാണ് ഇഗ സ്വിയാടെക്. ഇഗ സ്വിയാടെക് പോളിഷ് താരമാണ്. ഇഗ സ്വിയാടെക് പോളണ്ട് ആണ് രാജ്യം. ഇഗ സ്വിയാടെക്. Then exercise Bright Star 2023. Exercise Bright Star 2023 നടന്നത് ഈജിപ്തിലെ കെയറോയിൽ വെച്ചിട്ടായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ USA, സൗദി അറേബ്യ, ഗ്രീസ്, ഖത്തർ രാജ്യങ്ങളുടെ ഒക്കെ കണ്ടിൻജൻസ് ഇതിൽ പങ്കെടുത്തിരുന്നു. ഇതുകൂടാതെ ഇന്ത്യയും ഈജിപ്തുമായിട്ടുള്ള മറ്റൊരു എക്സസൈസ് ആണ് എക്സസൈസ് സൈക്ലോൺ 1. സോ ഇന്ത്യയും ഈജിപ്തുമായിട്ടുള്ള എക്സസൈസ് സൈക്ലോൺ 1 ആണ്. എന്നാൽ ബ്രൈറ്റ് സ്റ്റാർ എക്സസൈസ് 2023 എന്ന് പറയുന്നത് ട്രൈ സർവീസ്, ആർമിയും നേവിയും ഒക്കെ ചേർന്ന ട്രൈ സർവീസ് എക്സസൈസ് ആയിരുന്നു എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ. 23 ഓഗസ്റ്റിനെയാണ് നമ്മുടെ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് അനൗൺസ് ചെയ്തത്. ചാന്ദ്രയാൻ 3 മൂണിന്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്ത ദിവസം അതിനെയാണ് നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ചന്ദ്രയാൻ 3യുടെ ലാൻഡർ മൂണിൽ ലാൻഡ് ചെയ്ത സ്ഥലത്തിനെ അറിയപ്പെടുന്ന പേര് ശിവശക്തി പോയിന്റ് എന്നും ചാന്ദ്രയാൻ 2 ടച്ച് ചെയ്ത പോയിന്റ് തിരങ്ക പോയിന്റ് എന്നുമാണ് അറിയപ്പെടുന്നത്. സോ ചാന്ദ്രയാൻ 3 മൂണിലെത്തിയ പോയിന്റ് ശിവശക്തി പോയിന്റ്, ചാന്ദ്രയാൻ 2 ടച്ച് ചെയ്ത പോയിന്റ് തിരങ്ക പോയിന്റ്. നഫ് മിത്ര എന്താണ്? ISROയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ, അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ആണ് നഫ് മിത്ര എന്ന് പറയുന്ന ഡിവൈസ് ഡെവലപ്പ് ചെയ്തത്. ഫിഷർമെൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അതായത് കടലിൽ പോകുന്ന ബോട്ടിൽ മറ്റുമായിട്ട് കടലിൽ പോകുന്ന ആളുകൾക്ക് സാറ്റലൈറ്റ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ടുള്ള ഡിവൈസ് ആണ് നഫ് മിത്ര എന്ന് പറയുന്നത്. ലോക്കൽ ലാംഗ്വേജിൽ ഇതിലേക്ക് അലേർട്ടുകളും സൈക്ലോൺ വാർണിംഗ്സും അതുപോലെ മറ്റ് ഇൻഫർമേഷൻസും ഒക്കെ എത്തും. അതുപോലെ ഷിപ്പിംഗ് റൂട്ടിനെ കുറിച്ചും ഫിഷിംഗ് ഏരിയാസിനെയും മാരിടൈം ബൗണ്ടറിയെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് ഈ ഡിവൈസിൽ ലഭ്യമാണ്. നഫ് മിത്ര എന്നാണ് ഡിവൈസിന്റെ പേര്. നഫ് മിത്ര. Then African Climate Summit. African Climate Summit. ഇതിന്റെ വെന്യൂ നൈറോബി കെനിയയിലാണ്. 2023 ആഫ്രിക്കൻ ക്ലൈമറ്റ് സമ്മിറ്റ് നടന്നത് നൈറോബി കെനിയയിലാണ്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെയും അതുപോലെ തന്നെ ലോകത്തിലെയും ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ടാവുന്ന ഫിനാൻഷ്യൽ കോസ്റ്റിനെ കുറിച്ചും ഒക്കെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ആഫ്രിക്കൻ ക്ലൈമറ്റ് സമ്മിറ്റിന്റെ ഉദ്ദേശം. Then ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവാർഡ് 2022 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവാർഡ് ലോ ട്രസ്റ്റ് നൽകുന്ന അവാർഡാണ്. ഇതിന് അർഹനായിരിക്കുന്നത് മരണാനന്തര ബഹുമതിയായിട്ട് ഉമ്മൻചാണ്ടി, മുൻ കേരള മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കാണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് കാലം സാക്ഷി. കാലം സാക്ഷി, എ ഗ്രേഷ്യസ് വോയിസ്, കാലം സാക്ഷി. കേരളത്തില് 4 പോർട്ടുകൾക്കാണ് ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ കിട്ടിയത്. ഒന്ന് ബേപ്പൂര്, ദെൻ വിഴിഞ്ഞം, ദെൻ അഴീക്കൽ, കൊല്ലം. സോ ബേപ്പൂർ, വിഴിഞ്ഞം, അഴീക്കൽ, കൊല്ലം. ഇതിന്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കേഷൻ കിട്ടിയതോടുകൂടി ട്രേഡിനും അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടറിനും ഒക്കെ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും കാണിക്കും. ദെൻ നാസ്കോമിന്റെ പുതിയ ചെയർമാൻ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് കോഗ്നിസന്റ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് നമ്പ്യാർ ആണ്. ഓക്കെ, നാസ്കോം എന്ന് പറയുന്നത് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ് ആണ് നാസ്കോം. ഇന്ത്യൻ ടെക്നോളജി ഇൻഡസ്ട്രിയുടെ ഒരു അപെക്സ് ബോഡിയാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. 1988 നാസ്കോം നിലവിൽ വന്നത്. നാസ്കോമിന്റെ ചെയർപേഴ്സൺ ആണ് കോഗ്നിസന്റ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായ രാജേഷ് നമ്പ്യാർ.
ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് ട്രാൻസ്ഫോമർ വരുന്നത് ബംഗളൂരുവിലാണ്, മല്ലേശ്വരം വാർഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് ട്രാൻസ്ഫോമർ വരുന്നത് ബംഗളൂരു, മല്ലേശ്വരം വാർഡ്. കർണാടക എനർജി മിനിസ്റ്റർ KG ജോർജ് ആണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഓക്കെ. ദെൻ 2022 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത് ഹാങ്ഷു ചൈനയിലാണ്. അമുൽ ആണ് അതിന്റെ ഒഫീഷ്യൽ സ്പോൺസർ. ഇന്ത്യൻ കണ്ടിജന്റിന്റെ ഒഫീഷ്യൽ സ്പോൺസർ അമുൽ ആണ്. അമുലിന്റെ ഫൗണ്ടേഴ്സ് വർഗീസ് കുര്യനും ത്രിഭുവൻദാസ് കിഷിഭായ് പട്ടേലുമാണ്. അമുലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആനന്ദ്, ഗുജറാത്തിലാണ് അമുലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഡോക്ടർ ശാന്ത തൗത്തം വേൾഡ് ഇന്നോവേഷൻ അവാർഡ് കിട്ടിയ ബ്രിക്സ് ഇന്നോവേഷൻ ഫോറത്തിന്റെ വേൾഡ് ഇന്നോവേഷൻ അവാർഡ് കിട്ടിയത് ഡോക്ടർ ശാന്ത തൗത്തമാണ്. തെലങ്കാനയുടെ ചീഫ് ഇന്നോവേഷൻ ഓഫീസറാണ് ഡോക്ടർ ശാന്ത തൗത്തം എന്ന് പറയുന്നത്. മോസ്കോയിൽ വെച്ചിട്ടായിരുന്നു ബ്രിക്സിന്റെ ആദ്യത്തെ ഇന്നോവേഷൻ ഫോറം നടന്നത്. അതിൽ വേൾഡ് ഇന്നോവേഷൻ അവാർഡ് കിട്ടിയത് ഡോക്ടർ ശാന്ത തൗത്തം ആണ്. ഡോക്ടർ ശാന്ത തൗത്തം. ദെൻ മിൽമയുടെ ആദ്യത്തെ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തത് തൃശ്ശൂരാണ്. മിൽമയുടെ ആദ്യത്തെ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തത് തൃശ്ശൂരാണ്. ഓക്കെ. ഫസ്റ്റ് റെസ്റ്റോറന്റ് ഓഫ് മിൽമ വാസ് ഓപ്പൺഡ് അറ്റ് തൃശ്ശൂർ. ദെൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ 2024 100ാം ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ന്യൂസ് ഏജൻസിയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ആയത് ശ്രീ മനീഷ് ദേശായി ആണ്. ശ്രീ മനീഷ് ദേശായി. എന്താണ് എർമി ബോട്ട്? ഓക്കെ. ചാറ്റ് GPT സിമിലർ ആയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ട് ആണ് എർമി ബോട്ട്. ഒരു AI ബോട്ട് ആണ്. ചൈനയാണ് എർമി ബോട്ട് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ. എർമി ബോട്ട് ചൈന. 2023 ഇനോഗ്രേറ്റ് ചെയ്ത ഉത്കേല ഡൊമസ്റ്റിക് എയർപോർട്ട്. ഉത്കേല ഡൊമസ്റ്റിക് എയർപോർട്ട് ഒഡീഷയിലാണ്. സോ ഉത്കേല ഡൊമസ്റ്റിക് എയർപോർട്ട് എവിടെയാണ്? ഒഡീഷ. ഉത്കേല ഡൊമസ്റ്റിക് എയർപോർട്ട് ഒഡീഷ. ആദ്യത്തെ 5S ഹോക്കി ഏഷ്യ കപ്പ് വിന്നേഴ്സ് മെന്നിലും വിമനിലും ഇന്ത്യയാണ്. മെന്നിലെ റണ്ണേഴ്സ് അപ്പ് പാകിസ്ഥാനും വിമൻസിൽ തായ്ലൻഡുമാണ്. ഒമാനിൽ വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് 5S ഹോക്കി ഏഷ്യ കപ്പ് നടന്നത്. അതുപോലെ ഫസ്റ്റ് 5S വേൾഡ് ഹോക്കി കപ്പ് നടക്കുന്നതും ഒമാനിൽ തന്നെയായിരുന്നു. ഫസ്റ്റ് 5S ഏഷ്യ ഹോക്കി കപ്പ് നടന്നത് ഒമാനിൽ. ഫസ്റ്റ് 5S വേൾഡ് ഹോക്കി കപ്പ് നടക്കാൻ പോകുന്നത് ഒമാനിലാണ്. വിമൻസും വിൻ ചെയ്തത് ഇന്ത്യയാണ്. എന്നാൽ മെൻസ് റണ്ണറപ്പ് പാകിസ്ഥാനും മെൻസ് റണ്ണറപ്പ് തായ്ലൻഡുമാണ്. ദെൻ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആക്ടറും ഡയറക്ടറുമായ വ്യക്തിയാണ് R മാധവൻ. പൂനെയിലാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ദെൻ ചാന്ദ്രയാൻ 3യുടെ കൗണ്ട് ഡൗൺ വോയിസ് ആയിരുന്നു ISRO സയന്റിസ്റ്റ് ആയ N വളർമതി. റീസെന്റ് മരണപ്പെട്ട വ്യക്തിയാണ് N വളർമതി എന്ന് പറയുന്നത്. 2012 റിസാറ്റ് 1 പ്രോജക്റ്റിന്റെ ഡയറക്ടറും വളർമതി ആയിരുന്നു. ഓക്കെ. സോ ISRO സയന്റിസ്റ്റ് ആയ N വളർമതി ആയിരുന്നു ചാന്ദ്രയാൻ 3യുടെ കൗണ്ട് ഡൗൺ വോയിസ് എന്ന് പറയുന്നത്. N വളർമതി. ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് കിട്ടിയ ഡിനോവോ കാറ്റഗറിയിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് കിട്ടിയ സ്ഥാപനമാണ് NCRT എന്ന് പറയുന്നത്. NCRT UGCയുടെ സെക്ഷൻ 3 1956 ആക്ട് സെക്ഷൻ 3യിലാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി പദവി കിട്ടുന്നത്.
അക്കാഡമിക് ഓട്ടോണമിയും സ്വന്തമായിട്ട് കോഴ്സും സിലബസും അഡ്മിഷൻ ക്രൈറ്റീരിയയും ഫീസ് സ്ട്രക്ചറും ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റും എക്സാമിനേഷൻ സിസ്റ്റവും എല്ലാം ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് നടത്താം. ദെൻ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ 2023 ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ കേരളയുടെ വേദി തൃശ്ശൂരായിരുന്നു കേട്ടോ, തൃശ്ശൂർ. ദെൻ ആദിത്യ L1 നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ സോളാർ മിഷൻ ആണ്. ആദിത്യ L1 എന്ന് പറയുന്നത് ഇന്ത്യയുടെ സോളാർ മിഷൻ ആണ്. ആദിത്യ L1 ലോഞ്ച് ചെയ്ത ഡേറ്റ് സെപ്റ്റംബർ 2, 2023. PSLV C57 എന്ന വാഹനത്തിലാണ് ലോഞ്ച് ചെയ്തത്. L1 എന്ന് പറയുന്നത് ലാഗ്രാഞ്ച് പോയിന്റിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അവിടെ നിന്നുകൊണ്ട് സൂര്യനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. ഇതിന്റെ മിഷൻ ടെന്യൂർ 5 വർഷവും 2 മാസവുമാണ്. മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. പ്രോജക്ട് ഡയറക്ടർ നിക്കർ ഷാജി ആണ്. നിക്കർ ഷാജി. ദെൻ 7 പേലോഡുകളാണ് ആദിത്യ L1 ഒന്ന് VLC വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്, സോളാർ കൊറോണ അല്ലെങ്കിൽ ഔട്ടർ ലെയറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. പിന്നുള്ളത് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് ആണ്. സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് സ്യൂട്ടർ. സോളാർ ഫോട്ടോസ്ഫിയറിനെയും ക്രോമോസ്ഫിയറിനെയും കുറിച്ച് പഠിക്കുക. അതുപോലെ സോളാർ റേഡിയൻസിലുള്ള വേരിയേഷൻസിനെ കുറിച്ച് പഠിക്കുക. ദെൻ സോളാർ വിൻഡിനെ കുറിച്ച് പഠിക്കാനായിട്ട് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് ആസ്പെക്ട്സും പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ പാപ്പയുമാണ് ഉള്ളത്. ദെൻ സോളാർ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ സെലക്സസ്. അതുപോലെ ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ ഹീലിയോസ്. ഇത് രണ്ടും സൂര്യനിൽ നിന്നുള്ള എക്സ്റേസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ദെൻ മാഗ്നെറ്റോമീറ്റർ ഇന്റർപ്ലാനറ്ററി മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്യാനായിട്ട് മാഗ്നെറ്റോമീറ്റർ. ദെൻ 2023 ഇന്റർനാഷണൽ കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി കൊച്ചിയാണ്. അതുപോലെ ഇന്റർനാഷണൽ വിമൻ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദിയും കൊച്ചിയാണ്. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ വേദി തൃശ്ശൂരും ആയിരുന്നു. Then 2023 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ വിന്നേഴ്സ് അത് മോഹൻ ബഗാൻ ആണ്. 2023 ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ വിന്നേഴ്സ് മോഹൻ ബഗാൻ ആണ്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിന് വേണ്ടിയാണ് ഡ്യൂറന്റ് കപ്പ് ഉള്ളത്. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഇന്ത്യയിൽ ഇത്. സർ ഹെൻറി മോർട്ടിമർ ഡ്യൂറന്റ് ആണ് ഇത് ഫൗണ്ട് ചെയ്തത്. ഈ ഒരു ടൂർണമെന്റ് 1888 ഈ ടൂർണമെന്റ് ആദ്യമായിട്ട് കളിച്ചു തുടങ്ങുന്നത്. Then വിശാൽ കെയ്ത്ത് ഡ്യൂറാന്റ് കപ്പില് ഗോൾഡൻ ഗ്ലോ വിന്നർ വിശാൽ കെയ്ത്ത് ആണ്. ഗോൾഡൻ ബൂട്ട് വിന്നർ ഡേവിഡ് ലലൻസംഗയാണ്. 3 സിറ്റിയിലായിട്ടായിരുന്നു ഡ്യൂറാന്റ് കപ്പ് നടന്നത്. കൊൽക്കത്ത, ഗുവാഹട്ടി, കൊക്രാജർ. 23 റണ്ണേഴ്സ് അപ്പ് ഈസ്റ്റ് ബംഗാൾ ആയിരുന്നു. 23 വിജയികൾ എന്ന് പറയുന്നത് 2023 വിജയികൾ 2023 ഫുട്ബോൾ ഡ്യൂറന്റ് കപ്പ് വിജയികൾ മോഹൻ ബഗാനാണ്. എന്നാൽ 22 വിജയികൾ ബാംഗ്ലൂരു FC ആയിരുന്നു. ദെൻ ഡി ഗുഗേഷ് ചെസ് പ്ലെയർ ആണ്. ഇന്ത്യയിലെ ആനന്ദിനെ റീപ്ലേസ് ചെയ്ത വ്യക്തി ഡി ഗുഗേഷ് ആണ്. ദൊബ്ബരാജു ഗുഗേഷ് എന്നാണ് ഫുൾ നെയിം. ദൊബ്ബരാജു ഗുഗേഷ്. ദെൻ ഈ ഇടയ്ക്ക് മരണപ്പെട്ട സിംബാവൻ ക്രിക്കറ്ററും ക്രിക്കറ്റ് കോച്ചുമാണ് ഹീത്ത് സ്ട്രീക്ക്.
ഏറ്റവും കൂടുതൽ വിലയ്ക്ക് ലേലം ചെയ്തു പോയ ഒരു ഇന്ത്യൻ ആർട്ട് വർക്കാണ് എസ്.എച്ച്. റാസയുടെ ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. എസ്.എച്ച്. റാസയുടെ ജസ്റ്റേഷൻ, സയ്യിദ് ഹൈദർ റാസ, എസ്.എച്ച്. റാസയുടെ ജസ്റ്റേഷൻ. 45 കോടി രൂപയായിരുന്നു ഓപ്ഷൻ പ്രൈസ്. അതുപോലെ റെയിൽവേ ബോർഡിന്റെ ചെയർപേഴ്സണും സിഇഒയുമായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് ശ്രീമതി ജയവർമ്മ. ശ്രീമതി ജയവർമ്മ. ഇന്ത്യൻ റെയിൽവേസിന്റെ അപ്പെക്സിലെത്തുന്ന ആദ്യ വനിതയും ജയവർമ്മയാണ്. ഓക്കെ, ചെയർപേഴ്സൺ ആൻഡ് സിഇഒ ഓഫ് റെയിൽവേ ബോർഡ്. ചെയർപേഴ്സൺ ആൻഡ് സിഇഒ ഓഫ് റെയിൽവേ ബോർഡ്. ദെൻ സിംഗപ്പൂരിന്റെ പുതിയ ഇന്ത്യൻ ഒറിജിൻ പ്രസിഡന്റ് ആണ് ടാർമൻ ഷൺമുഖരത്നം. ടാർമൻ ഷൺമുഖരത്നം. ടാർമൻ ഷൺമുഖരത്നം. ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള സിംഗപ്പൂരിന്റെ പുതിയ പ്രസിഡന്റ് ആണ് ടാർമൻ ഷൺമുഖരത്നം. ദെൻ 65ാമത് റമൻ മാഗ്സസെ അവാർഡ്. 2023 65ാമത് റമൻ മാഗ്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്ന് ഡോക്ടർ രവി കണ്ണൻ ആറിനാണ് കിട്ടിയിട്ടുള്ളത്. ബംഗ്ലാദേശിൽ കോർവി റക്ഷാൻ, തിമോർ ലെസ്തെ എന്ന് യൂജീനിയോ ലാമോസ്, അതുപോലെ തന്നെ ഫിലിപ്പൈൻസ് എന്ന് മിരിയം കോർണൽ ഫെറർ. ഇത്രയും പേരാണ് റമൻ മാഗ്സസെ അവാർഡ് 2023 കിട്ടിയത്. ഈ ഡോക്ടർ രവി കണ്ണൻ ആറ് ഒരു ഓങ്കോളജിസ്റ്റ് ആണ്. ആസാമിലെ കച്ചർ ക്യാൻസർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ ഓങ്കോളജിസ്റ്റ് ആണ് ഡോക്ടർ രവി കണ്ണൻ ആർ. കേരള ഫുട്ബോൾ അസോസിയേഷൻ കേരള ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണ് സതീവൻ ബാലൻ. സതീവൻ ബാലൻ. സതീവൻ ബാലൻ. അതുപോലെ പശ്ചിമഘട്ടം ഒരു പ്രണയ കഥ. അത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? പശ്ചിമഘട്ടം ഒരു പ്രണയ കഥ മാധവ് ഗാഡ്ഗിലിന്റെ ഓട്ടോബയോഗ്രഫിയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയ കഥ. മന്ദഹാസം നമ്മുടെ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. കേരള ഗവൺമെന്റ് സ്കീമാണ് മന്ദഹാസം എന്ന് പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ് സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് സീനിയർ സിറ്റിസൺസിന് ഫ്രീ ആയിട്ട് വെപ്പ് പല്ല് വെച്ചു കൊടുക്കാനായിട്ടുള്ള സ്കീമാണ്. ആർട്ടിഫിഷ്യൽ ഡെന്റേഴ്സ് ടു സീനിയർ സിറ്റിസൺസ്. അതിനുവേണ്ടിയുള്ള സ്കീമാണ് മന്ദഹാസം എന്ന് പറയുന്നത്. BPL കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് ഈ സ്കീമിൽ എലിജിബിൾ ആയിട്ടുള്ള സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്നത്. ഇതിന് കിട്ടുന്ന മാക്സിമം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. മുൻപ് 5,000 രൂപയായിരുന്നു 2016. ഇപ്പൊ അതിന് മാക്സിമം 10,000 രൂപ വരെയാണ് വെപ്പ് പല്ലുകൾക്ക് വെക്കാനായിട്ട് കിട്ടുന്നത്. ആ പദ്ധതിയാണ് കേരള മന്ദഹാസം. ദെൻ UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഭാഗമാകുന്ന ആദ്യ കേരള പോലീസിൽ നിന്നുള്ള വനിതാ ഓഫീസറാണ് കെ പ്രീത. ഫസ്റ്റ് വിമൻ ഓഫീസർ ഓഫ് ദി കേരള പോലീസ് ടു ബി പാർട്ട് ഓഫ് ദി UN പീസ് കീപ്പിംഗ് ഫോഴ്സ്. UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഭാഗമാകുന്ന കേരള പോലീസിൽ നിന്നുള്ള ആദ്യ വനിതാ ഓഫീസർ കെ പ്രീത. ദെൻ കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റ് ആയിട്ട് വീണ്ടും ഇടുക്കി തന്നെ ആയിട്ടുണ്ട്. മുൻപ് അത് പാലക്കാടായിരുന്നു. ഇപ്പൊ പാലക്കാട് സെക്കൻഡ് ലാർജസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ, ഇടുക്കിയാണ് ഇപ്പൊ വീണ്ടും കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റ്. ദെൻ സെപ്റ്റംബർ 2023 വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായ രാജ്യമാണ് മൊറോക്കോ എന്ന് പറയുന്നത്. മരക്കേഷ് എന്ന് പറയുന്ന ആ ഒരു മൗണ്ടൈൻ സിറ്റിക്ക് അടുത്തായിട്ട്, അറ്റ്ലസ് മൗണ്ടൈൻസിന് അടുത്തായിട്ട് വരുന്ന സിറ്റിയാണ് മരക്കേഷ്. മരക്കേഷിന് അടുത്തായിരുന്നു ഈ എർത്ത് ക്വേക്കിന്റെ എപ്പി സെന്റർ എന്ന് പറയുന്നത്. ആഫ്രിക്കൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിലുണ്ടായ ഒരു കൺവേർജൻസിന്റെ ഫലമായിട്ടാണ് ഈ ഒരു എർത്ത് ക്വേക്ക് മൊറോക്കോയിൽ ഉണ്ടായത്. നോർത്ത് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് മൊറോക്കോ. സ്ട്രെയിറ്റ് ഓഫ് ജിബ്രാൾട്ടറിന്റെ അക്രോസ് ആയിട്ടാണ് ഇത് കിടക്കുന്നത്.
ക്യാപിറ്റല് റബാത്ത് ആണ്. അറ്റ്ലസ് മൗണ്ടെയിനും റഫ് മൗണ്ടെയിൻസുമാണ് പ്രധാനപ്പെട്ട രണ്ട് മലനിരകള്. ആഫ്രിക്കയുടെയും യുറേഷ്യയുടെയും കൺവേർജൻസ് പ്ലേറ്റിലാണ് മൊറോക്കോ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആഫ്രിക്കൻ യൂണിയനെ പെർമനന്റ് മെമ്പർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത സംഘടനയാണ് G20 എന്ന് പറയുന്നത്. G20. സോ G19 പ്ലസ് യൂറോപ്യൻ യൂണിയൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ആഫ്രിക്കൻ യൂണിയൻ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ G20 പ്ലസ് യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, മൊത്തം 21. അടുത്ത വർഷം മുതൽ 2024, ഈ 2024 മുതൽ ഈ ഗ്രൂപ്പ്, ഈ സംഘടന അറിയപ്പെടാൻ പോകുന്നത് G21 രാജ്യങ്ങൾ എന്നാണ്. പുതിയതായിട്ട് പെർമനന്റ് മെമ്പർ ആയത് ആഫ്രിക്കൻ യൂണിയൻ ആണ്. G20 സബ്മിറ്റിന്റെ ഭാഗമായിട്ട് വന്ന അതിഥികൾക്ക് കൊടുക്കാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത 2 ബുക്ക്ലെറ്റുകളുണ്ട്. ഇന്ത്യയുടെ ഹിസ്റ്ററിയെ കുറിച്ചാണ് ബുക്ക്ലെറ്റുകൾ പറയുന്നത്. ഭാരത് ദ ഡെമോക്രസി, മദർ ഓഫ് ഡെമോക്രസിയും അതുപോലെ ഇലക്ഷൻസ് ഇൻ ഇന്ത്യ, ഈ 2 ബുക്ക്ലെറ്റുകൾ, ഈ പാംഫ്ലെറ്റ്സുകളാണ് G20 സബ്മിറ്റിന് വന്നവർക്കായി ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെന്റ് റിലീസ് ചെയ്തത്. G20 മൊബൈൽ ആപ്പ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത രാജ്യവും ഇന്ത്യ തന്നെയാണ്. G20 മൊബൈൽ ആപ്പ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത രാജ്യവും ഇന്ത്യ തന്നെയാണ്. ശങ്കരാചാര്യയുടെ 108 അടി ഉയരമുള്ള സ്റ്റാച്യു വന്നിരിക്കുന്നത് മധ്യപ്രദേശിലെ ഓംകാരേശ്വറിലാണ്. ഓക്കെ, 12 വയസ്സുള്ള അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ശൈശവ സമയത്തുള്ള ഒരു സ്റ്റാച്യു ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഏക്മ കി പ്രതിമ, ഏക്മത കി പ്രതിമ എന്നാണ് ഈ സ്റ്റാച്യു ഓഫ് വണ്ടേഴ്സ്, ഇതാണ് ഈ മോണമെന്റിന്റെ പേര്. 2023 US ഓപ്പൺ വിന്നേഴ്സ് നൊവാക് ജോക്കോവിക് സെർബിയയും, അതുപോലെ തന്നെ വിമൻ സിംഗിൾസ് കൊക്കോ ഗോഫ് USA-യുമാണ്. ഓക്കെ, മെൻസ് ഡബിൾസിൽ രാജീവ് റാം USA-യും ജോ സാൽസ്ബറി ബ്രിട്ടനുമാണ്. വിമൻസ് ഡബിൾസിൽ ഗബ്രിയേല ഡെബ്രോവ്സ്കിയും കാനഡ, അതുപോലെ എറിൻ റോക്ക്ലിഫി ന്യൂസിലാൻഡുമാണ്. അണ്ടർ 16 സാഫ് അണ്ടർ 16 ചാമ്പ്യൻസിന്റെ ഫൈനലിൽ ഇന്ത്യ ആയിരുന്നു ചാമ്പ്യൻസ് ആയത്. ഭൂട്ടാനിൽ വെച്ചിട്ടായിരുന്നു സാഫ് അണ്ടർ 16 ചാമ്പ്യൻഷിപ്പ് നടന്നത്. മാസ്റ്റേഴ്സ് സൂപ്പർ, ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് സൂപ്പർ 100 ബാഡ്മിന്റൺ ടൈറ്റിൽ നേടിയ ഇന്ത്യൻ പ്ലെയർ ആണ് കിരൺ ജോർജ് എന്ന് പറയുന്നത്. സോ ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് 2023 നേടിയ ഇന്ത്യൻ ബാഡ്മിന്റൺ പ്ലെയർ ആണ് കിരൺ ജോർജ്. സ്വച്ഛ് വായു സർവേക്ഷൻ, സ്വച്ഛ് വായു സർവേക്ഷൻ ക്ലീൻ എയർ സർവേ 2023 നടത്തിയത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റേതാണ് സ്വച്ഛ് വായു സർവേക്ഷൻ എന്ന് പറയുന്ന പ്രോജക്ട്. സ്വച്ഛ് വായു സർവേക്ഷൻ പ്രോജക്ട് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഓക്കെ, സോ ഇത് നടത്തിയത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. ഇതിന്റെ അണ്ടറിൽ ടോപ്പ് 3 cities അണ്ടർ ഫസ്റ്റ് കാറ്റഗറി, അതായത് മില്യൺ പ്ലസ് പോപ്പുലേഷനിൽ വരുന്ന ഏറ്റവും കുറവ് എയർ ക്വാളിറ്റി വരുന്ന 2 cities ആണ് ആഗ്രയും അതുപോലെ തന്നെ താനെയും. സെക്കൻഡ് കാറ്റഗറിയിൽ, അതായത് 3 to 10 lakh പോപ്പുലേഷൻ ഉള്ളിടത്ത് അമരാവതിയും അതുപോലെ ഗുണ്ടൂറുമാണ്. തേർഡ് കാറ്റഗറി ലെസ് ദാൻ 3 lakh പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ പാവാനു, അതുപോലെ തന്നെ കലാം, അതുപോലെ അങ്കുൽ, ഇത്രയുമാണ് വരുന്നത്. TN ശേഷൻ, ഫോമർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് TN ശേഷൻ. ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി. ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ് ആൻഡ് ഓട്ടോബയോഗ്രഫി ആരുടെ ബുക്കാണ്? TN ശേഷന്റെ ബുക്കാണ്.
2022 ശാന്തസ്വരൂപ് ഭട്നാഗർ പ്രൈസ് മലയാളി സയന്റിസ്റ്റിനാണ് കിട്ടിയിട്ടുള്ളത്. അക്കാട്ടു ടി ബിജു ആണ്. 12 പേർക്കാണ് അവാർഡ് ഇത്തവണ കിട്ടിയത്. അതിൽ മലയാളിയായിട്ടുള്ളത് അക്കാട്ട് ടി ബിജു ആണ്. കെമിക്കൽ സയൻസിലാണ് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ. അതിനാണ് ഇദ്ദേഹത്തിന് ഈ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇയാൻ വിൽമുട്ട്, ഒരു ബ്രിട്ടീഷ് എംബ്രിയോളജിസ്റ്റ് ആണ് ഇയാൻ വിൽമുട്ട്. ഇദ്ദേഹമാണ് ക്ലോണിങ്ങിലൂടെ ആദ്യമായിട്ട് ഡോളി എന്ന ഒരു ചെമ്മരിയാടിനെ സൃഷ്ടിച്ചത്. ഡോളി എന്ന ചെമ്മരിയാടിനെ സൃഷ്ടിച്ച എംബ്രിയോളജിസ്റ്റ് ആണ് ഇയാൻ വിൽമുട്ട്. ഇദ്ദേഹം റീസെന്റ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. കോട്ടയ്ക്കൽ ശിവരാമൻ കഥകളി ആചാര്യനാണ്. ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് സ്ത്രൈണം എന്ന് പറയുന്നത്. സ്ത്രൈണം കോട്ടയ്ക്കൽ ശിവരാമന്റെ ഓട്ടോബയോഗ്രഫിയാണ്. അതുപോലെ നെച്ച്പൂ ടണൽ എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് നെച്ച്പൂ ടണൽ അരുണാചൽ പ്രദേശിലാണ്. 4 വർഷത്തേക്ക് ടെന്നീസിൽ നിന്ന് ബാൻ ചെയ്ത ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ കൂടിയായ വ്യക്തിയാണ് സിമോണ ഹാലേപ്പ് എന്ന് പറയുന്നത്. സിമോണ ഹാലേപ്പ് റൊമാനിയൻ ടെന്നീസ് പ്ലെയർ ആണ്. സിമോണ ഹാലേപ്പ് ടെന്നീസ് 4 വർഷത്തേക്ക് ബാൻ ചെയ്യപ്പെട്ട ടെന്നീസ് പ്ലെയർ ആണ്. 2 തവണ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആയിരുന്നു. ഇന്റർനാഷണൽ ടെന്നീസ് ഇന്റഗ്രിറ്റി അതോറിറ്റിയുടെ ആന്റി ഡോപ്പിംഗ് വയലേഷൻസിന്റെ ഫലമായിട്ടാണ് സിമോണ ഹാലേപ്പ് ബാൻ ആക്കപ്പെട്ടത്. 2023 ഇന്റർനാഷണൽ ഡാം സേഫ്റ്റി കോൺഗ്രസിന്റെ വെന്യൂ ജയ്പൂർ ആണ്. 2023 ഇന്റർനാഷണൽ ഡാം സേഫ്റ്റി കോൺഗ്രസിന്റെ വെന്യൂ ജയ്പൂർ. റീസൺ 2023 വളരെ കറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള ഫ്ലഡിങ് നടന്ന രാജ്യമാണ് ലിബിയ എന്ന് പറയുന്നത്. ലിബിയയുടെ പോർട്ട് സിറ്റിയായ ഡർണ എന്ന് പറയുന്ന സ്ഥലം കംപ്ലീറ്റ്ലി ഈ ഫ്ലഡിൽ ഇല്ലാണ്ടായി പോയ നഗരവുമാണ്. നമ്മൾ പറഞ്ഞു കാലിഗ്രഫി ഫെസ്റ്റിവലിന്റെ വെന്യൂ കൊച്ചിയാണ്. ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ തൃശ്ശൂര്. വിമൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ വെന്യൂ കൊച്ചിയാണ്. അതുപോലെ വിമൻ സ്റ്റാർട്ടപ്പ് സബ്മിറ്റ് 2023 വെന്യൂ കൊച്ചി തന്നെയായിരുന്നു. എം ലീലാവതിയുടെ ആത്മകഥയാണ്. മാതൃഭൂമി ആഴ്ച പതിപ്പിലാണ് ടീച്ചർ ഈ ആത്മകഥ ഓർമ്മക്കുറിപ്പുകളുടെ ഒരു സമാഹാരമായിട്ടാണ് ഇത് എഴുതുന്നത്. ധ്വനി പ്രയാണം. PM വിശ്വകർമ്മ സ്കീം. PM വിശ്വകർമ്മ സ്കീം ആദ്യമായിട്ട് വന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഈ നമ്മുടെ ട്രഡീഷണൽ ആർട്ടിസൻസിനെയും ക്രാഫ്റ്റ് പീപ്പിൾസിന്റെയും ഒക്കെ ഒക്കുപേഷൻസ് അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. സെൻട്രൽ സെക്ടർ സ്കീമാണ്. മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ് ഇതിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 41ാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയത് ശാന്തി നികേതൻ ആണ്. വെസ്റ്റ് ബംഗാളിലാണ് ശാന്തി നികേതൻ. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഫാദറായ ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ഇതിനു വേണ്ടിയിട്ടുള്ള ശാന്തി നികേതന്റെ സ്ഥലം കണ്ടെത്തിയത്. ഇത് 1921 രവീന്ദ്രനാഥ ടാഗോർ ആണ് അവിടെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ഓക്കെ, സോ 41ാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇന്ത്യയിൽ നിന്നുള്ളത് വിശ്വഭാരതി വരെ ശാന്തി നികേതനാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 42ാമത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഹൊയസാല ടെമ്പിൾസ് ആണ്. കർണാടകയിലെ വേലൂരിലും ഹാലിബിറ്റിലും സോംനാഥ് പൂറിലുമായിട്ട് കിടക്കുന്ന ഹൊയസാല ടെമ്പിൾസ് ആണ്. 2023 ഏഷ്യ കപ്പ് വിൻ ചെയ്തത് ഇന്ത്യയാണ്. 2023 ഏഷ്യ കപ്പ് വിന്നേഴ്സ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ 8ാമത് ഏഷ്യ കപ്പാണ്. റണ്ണറപ്പ് ശ്രീലങ്കയാണ്. അതുപോലെ തന്നെ വെന്യൂ ശ്രീലങ്കയിലും പാകിസ്ഥാനിലുമായിട്ടാണ്
പ്ലെയർ ഓഫ് ദി ഫൈനൽസ് മുഹമ്മദ് സിറാജും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് കുൽദീപ് യാദവുമാണ്. ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരം ശുഭ്മാൻ ഗില്ലുമാണ്. വേൾഡ് ഓസോൺ ഡേ സെപ്റ്റംബർ 16 വേൾഡ് ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നത്. 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ സൈൻ ചെയ്തതിന്റെ കോമമറേഷൻ ആണ് വേൾഡ് ഓസോൺ ഡേ എന്ന് പറയുന്നത്. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിന്റെ കൺസംഷനും പ്രൊഡക്ഷനും കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ട്രീറ്റി നിലവിൽ വന്നത്. 2023 തീം ഓസോൺ ഡേയുടെ തീം മോൺട്രിയൽ പ്രോട്ടോകോൾ ഫിക്സിംഗ് ദ ഓസോൺ ലെയർ ആൻഡ് റെഡ്യൂസിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. ദെൻ സംഗീത നാടക അക്കാദമിയുടെ അമൃത് അവാർഡ്സ് കിട്ടിയ 5 മലയാളികൾ. ഒന്ന് CL ജോസ്, നാടകത്തിനാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ദെൻ കലാമണ്ഡലം പ്രഭാകരൻ ഓട്ടംതുള്ളലിന്, അപ്പുണ്ണിത്തരകൻ കഥകളിക്ക്, വിലാസിനി ദേവി കൃഷ്ണപിള്ള ഭരതനാട്യത്തിന്, മങ്ങാട് K നടേശൻ കർണാടക സംഗീതത്തിനാണ്. സംഗീത നാടക അക്കാദമിയുടെ അമൃത് അവാർഡ് നേടിയ 5 മലയാളികൾ. പ്ലേ റൈറ്റ് നാടകത്തിന് CL ജോസിന്, ഓട്ടംതുള്ളലിന് കലാമണ്ഡലം പ്രഭാകരൻ, കഥകളിക്ക് അപ്പുണ്ണി തരകൻ, ഭരതനാട്യത്തിന് വിലാസിനി ദേവി കൃഷ്ണപിള്ള, കർണാട്ടിക് സംഗീതത്തിന് മങ്ങാട് K നടേശൻ. പുതിയ പാർലമെന്റ് ബിൽഡിംഗിൽ വന്ന ആദ്യത്തെ ബില്ലാണ് വിമൻ റിസർവേഷൻ ബില്ല്. സെൻട്രൽ ലോ മിനിസ്റ്ററായ അർജുൻ റാം മേഘ്വാൾ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പുതിയ പാർലമെന്റിലെ സെഷൻ സെപ്റ്റംബർ 19, 2023 നടന്നത്. പുതിയ പാർലമെന്റ് സത്സംഗ് ഭവൻ ഇനോഗ്രേറ്റ് ചെയ്തത് മെയ് 28, 2023. രാജ്യസഭാ ചേംബറിന്റെ മോഡല് ലോട്ടസിന്റെ മോഡലിലും ലോക്സഭാ ചേംബർ പീകോക്കിന്റെ മോഡലിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. KSRTCയുടെ ജനത ബസ് സർവീസ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സാധാരണക്കാർക്ക് AC ബസ്സിൽ ട്രാവൽ ചെയ്യാനാണ് ജനത ബസ് സർവീസ്. ലോ ഫ്ലോർ AC ബസ്സാണ് യൂസ് ചെയ്യുന്നത്. മിനിമം ടിക്കറ്റ് ചാർജ് 20 രൂപയായിരിക്കും. സാധാരണ കാറ്റഗറിയിൽ നിന്നും സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിൽ നിന്നും കുറച്ച് കൂടുതലായിരിക്കും ഇതിന്റെ ഫെയർ. ദി സ്റ്റോറി ടെല്ലർ അമൃത ഷെർഗിലിന്റെ പെയിന്റിംഗ് ആണ് സ്റ്റോറി ടെല്ലർ. നേരത്തെ സെയ്ദ് ഹൈദ്വേ SH റാസ നമ്മൾ പറഞ്ഞ സെയ്ദ് ഹൈദ്വേ റാസയുടെ ജസ്റ്റേഷൻ എന്ന് പറയുന്ന ചിത്രത്തിനായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രൂപയ്ക്ക് ലേലം ചെയ്ത് പോയത്. പക്ഷെ ഇപ്പൊ അതിനെയും കടന്ന് അമൃത ഷെർഗിലിന്റെ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്ന ചിത്രമാണ് ഏറ്റവും കൂടുതൽ രൂപയ്ക്ക് ഓപ്ഷൻ ചെയ്ത ഇന്ത്യൻ ആർട്ടിസ്റ്റിന്റെ ഏറ്റവും കൂടുതൽ രൂപയ്ക്ക് ഓപ്ഷൻ ചെയ്ത വർക്ക്. ഈ അമൃത ഷെർഗിലിന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് 3 ഗേൾസ്, വിമൻ ഓൺ ദി ചാർപ്പി, കിൽ വിമൻ, അതുപോലെ യങ് ഗേൾസ്. G20 ഇന്ത്യ പുറത്തിറക്കിയ ഈ ബുക്കാണ് G20 പ്രസിഡൻസിയുടെ ഭാഗമായിട്ട് ഇന്ത്യ പുറത്തിറക്കിയ ബുക്കാണ് പീപ്പിൾസ് G20 എന്ന് പറയുന്നത്. പീപ്പിൾസ് G20. കേരളത്തിന്റെ സെക്കൻഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ്. ആദ്യത്തേത് തിരുവനന്തപുരം ടു കണ്ണൂരായിരുന്നു. അപ്പൊ 2023 ഇന്റർനാഷണൽ മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ തീം സോങ് ദിൽ ജഷൻ ബോലെയാണ്. ദിൽ ജഷൻ ബോലെ, ദിൽ ജഷൻ ബോലെ. അതുപോലെ എളവേനിൽ വാളരുവൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഷൂട്ടർ ആണ്. വിമൻസ് 10 മീറ്റർ എയർ റൈഫിളില് വേൾഡ് കപ്പില്
റിയോ ഡി ജനീറോ ബ്രസീലിൽ വെച്ച് നടന്ന വേൾഡ് കപ്പില് ഗോൾഡ് മെഡൽ സെക്യൂർ ചെയ്തത് എലവേനിൽ വാളറിവനാണ്. വിമൻ ഷൂട്ടറാണ്. 2024 ICC മെൻസ് 2020 വേൾഡ് കപ്പ് വെന്യൂ USA-യിലും വെസ്റ്റ് ഇൻഡീസിലും വെച്ചിട്ടാണ്. USA-യിലും വെസ്റ്റ് ഇൻഡീസ്. 2023 നോർമാൻ ബോർലോഗ് ഫീൽഡ് അവാർഡ് കിട്ടിയത് സ്വാതി നായകിനാണ്. സ്വാതി നായക് ഒഡീഷയിൽ നിന്നുള്ള വ്യക്തിയാണ് സ്വാതി നായക്. റൈസ് സീഡ് സിസ്റ്റത്തില് ഫാമേഴ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ്, ഡിമാൻഡ് ഡ്രൈവൻ റൈസ് സീഡ് സിസ്റ്റത്തില് ഫാമേഴ്സിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചുള്ള വർക്കിനാണ് നോർമാൻ ബോർലോഗ് അവാർഡ് സ്വാതി നായകിന് കിട്ടിയിരിക്കുന്നത്. ദെൻ റയർ മെറ്റൽ ആയിട്ടുള്ള വെനേഡിയം റീസെന്റ് ഇന്ത്യയിൽ ഗുജറാത്തിന്റെ ഭാഗത്ത് നിന്ന് ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഖമ്പത്തിൽ നിന്ന്, ഗൾഫ് ഓഫ് ഖമ്പത്തിൽ നിന്നാണ് ഡിസ്കവർ ചെയ്തത്. വി ആണ് അതിന്റെ സിമ്പല്. അറ്റോമിക് നമ്പർ 23. ദെൻ സരോജ വൈദ്യനാഥൻ റീസെന്റ് മരണപ്പെട്ട ഒരു ഡാൻസർ ആണ്. ഭരതനാട്യം എക്സ്പോണന്റ് ആണ് സരോജ വൈദ്യനാഥൻ. Then, venue of India's first lighthouse festival. ഇന്ത്യയുടെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവലിന്റെ വേദി, വെന്യൂ ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ, അത് ഗോവയാണ്. ഗോവ. വെന്യൂ ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ലൈറ്റ് ഹൗസ് ഫെസ്റ്റിവൽ, ഗോവ. Then ഏഷ്യൻ ഗെയിംസിന്റെ ഓപ്പണിംഗ് സെറിമണിയിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ബെയറർ ഹർമൻപ്രീത് സിംഗും ലൗലീന ബോർഗേനുമായിരുന്നു. അതുപോലെ ഹോക്കി ക്യാപ്റ്റൻ ആണ് ഹർമൻപ്രീത് സിംഗ്. ബോക്സർ ആണ് ലൗലീന ബോർഗേന്. ഏഷ്യൻ ഗെയിംസിന്റെ വെന്യൂ ഹാങ്ഷോ, ചൈനയില്. ദെൻ ഓപ്പറേഷൻ ഡി ഹണ്ട്. എന്താണ് ഓപ്പറേഷൻ ഡി ഹണ്ട്? ഡ്രഗ് ഡീലേഴ്സിനെതിരെയുള്ള കേരള പോലീസിന്റെ ഡ്രൈവ് ആണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. ദെൻ വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ്. വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ 7ാമത്തെ ടൈഗർ റിസർവ് ആണ് വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ്. വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ്. ഇന്ത്യയുടെ ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ് തന്നെയാണ്. ഓക്കെ, സോ വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് എവിടെയാണ്? വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് മധ്യപ്രദേശിലാണ്. ഏറ്റവും കൂടുതൽ ടൈഗർ പോപ്പുലേഷൻ ഉള്ളതും ഈ പറയുന്ന മധ്യപ്രദേശിലാണ്. ദെൻ നാസയുടെ ഓസിറസ് റെക്സ്. ഓക്കെ, ബെന്നു എന്ന് പറയുന്ന ആസ്ട്രോയിഡിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് തിരിച്ച് ഈ ഭൂമിയിലെത്തിയ നാസയുടെ മിഷൻ, ആസ്ട്രോയിഡ് മിഷനാണ് ഓസിറസ് റെക്സ് എന്ന് പറയുന്നത്. ഉത്താവ് മരുഭൂമിയിലെ ഒരു ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ് റേഞ്ചിലാണ് ഇത് ലാൻഡ് ചെയ്തത്. 2016 സെപ്റ്റംബറിലാണ് ഇത് ലോഞ്ച് ചെയ്തത് ഫ്ലോറിഡയിൽ നിന്ന്. 2017 ഇത് എർത്തിന്റെ ഒരു സിങ്സ് ഷോട്ട്സ് പാസ് ചെയ്തു. ഡിസംബർ 2018 ബെന്നു ആസ്ട്രോയിഡിലെത്തി. ഒക്ടോബർ 20 അവിടെ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്തു. മെയ് 10, 2021 തിരിച്ച് ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു. സെപ്റ്റംബർ 24, 2023 അത് ഭൂമിയിൽ എത്തി. സോ റീസെന്റ് മരണപ്പെട്ട നാഷണൽ അവാർഡ് വിന്നിംഗ് ജേതാവായ മലയാളം ഫിലിം മേക്കർ ആണ് KG ജോർജ്. അദ്ദേഹമാണ് റീസെന്റ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സിനിമകളാണ് ഉൾക്കടൽ, അതുപോലെ ഓണപ്പുടവ, യവനിക, ആദാമിന്റെ വാര്യര്. ഇതൊക്കെ KG ജോർജിന്റെ പ്രധാനപ്പെട്ട സിനിമകളാണ്. ദെൻ വിഴിഞ്ഞം പോർട്ടിലെത്തിയ ആദ്യത്തെ കാർഗോ വെസൽ, അത് ചൈനയുടേതാണ്. ഷൻഹുവ 15 ആണ്. ഷൻഹുവ 15. വിഴിഞ്ഞം പോർട്ടിലെത്തിയ ആദ്യത്തെ കാർഗോ വെസലിന്റെ പേര് ഷൻഹുവ 15 ആണ്. ചൈനയുടെ കാർഗോ വെസലാണ് എത്തിയത്. ദെൻ 53ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് വഹീദ റഹ്മാനാണ്. വഹീദ റഹ്മാൻ.
53ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൺഫർ ചെയ്തിരിക്കുന്നത് വഹീദ റഹ്മാനാണ്. 2021 ഈ അവാർഡ്. ഓക്കെ, ഇന്ത്യൻ ഫിലിം മേക്കറായ ദാദാ സാഹിബ് ഫാൽക്കെയുടെ പേരിലാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമായ രാജാ ഹരിശ്ചന്ദ്രയുടെ ഡയറക്ടറും ദാദാ സാഹിബ് ഫാൽക്കെയാണ്. എല്ലാ വർഷവും നാഷണൽ ഫിലിം അവാർഡ്സ് സെറമണിയുടെ കൂടെയാണ് ഈ ഒരു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുന്നത്. ദെൻ ഫുഡ് ആനിമൽ എന്ന ടാഗ് കിട്ടിയ നോർത്ത് ഈസ്റ്റിലെ ആനിമൽ ആണ് മിഥുൻ എന്ന് പറയുന്നത്. ഇതുവരെ അത് ആനിമൽ ഹസ്ബൻഡറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആനിമൽ ആയിരുന്നു. ഇപ്പൊ ഫുഡ് ആനിമൽ ടാഗ് കിട്ടിയിരിക്കുകയാണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് മിഥുന് ഫുഡ് ആനിമൽ എന്ന് പറയുന്ന ടാഗ് കൊടുത്തത്. ദെൻ ഇന്ത്യയുടെ 2024 ഓസ്കാർ എൻട്രിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് 2018 എവരിവൺ ഈസ് എ ഹീറോ. ജൂഡ് ആന്റണി ജോസഫ് ആണ് ഇതിന്റെ ഡയറക്ടർ. അഖിൽ പി ധർമ്മജൻ ആണ് ഇതിന്റെ കഥ എഴുതുക. അഖിൽ പി ധർമ്മജൻ. ഏഷ്യൻ ഗെയിംസ് 2023 ഷൂട്ടിങ്ങില് ഗോൾഡ് മെഡൽ നേടിയ വ്യക്തിയാണ് സിഫ് കൗർ സംറ. സിഫ് കൗർ സംറ ഇന്ത്യൻ ഷൂട്ടറാണ് സിഫ് കൗർ സംറ. ദെൻ 41 വർഷങ്ങൾക്ക് ശേഷം ഹോഴ്സ് റൈഡിംഗ് ആദ്യമായിട്ട് ഇന്ത്യ ഗോൾഡ് മെഡൽ വിൻ ചെയ്തു. ഇക്വസ്ട്രിയൻ ടീം, ഇന്ത്യയുടെ ഇക്വസ്ട്രിയൻ ടീമിനകത്ത് അനൂഷ് അഗർവാൾ, ഹൃദയ് വിപുൽ ഖേദ, സുതിപതി ഹേസൽ, അതുപോലെ ദിവ്യാകൃതി സിംഗ്, ഇത്രയും പേരാണ് ഇന്ത്യയുടെ ഹോഴ്സ് റൈഡിംഗ് അല്ലെങ്കിൽ ഇക്വസ്ട്രിയൻ ടീമിന്റെ ഭാഗമായിട്ട് ഉണ്ടായത്. 2023 ഏഷ്യൻ ഗെയിംസിൽ 41 വർഷങ്ങൾക്ക് ശേഷം ഹോഴ്സ് റൈഡിംഗ് ഗോൾഡ് മെഡൽ ഇന്ത്യ നേടി. ഇതുവരെയുള്ള T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ ടീം അത് നേപ്പാൾ ആണ്. അതിന് നേപ്പാളിലെ ഖുഷ മല്ലാസ് ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് T20 സെഞ്ചുറി നേടുന്ന വ്യക്തിയും. നേപ്പാളിന് എതിരായിട്ട് കളിച്ചത് മംഗോളിയ ആയിരുന്നു. ദെൻ സുപ്രീം കോടതിയിൽ ആദ്യത്തെ ഡെഫ് ലോയർ ആണ് സാറ സണ്ണി. സുപ്രീം കോടതിയിൽ ആദ്യത്തെ ഡെഫ് ലോയർ സാറ സണ്ണി. 2022 ഏഷ്യൻ ഗെയിംസിൽ വിമൻസ് ക്രിക്കറ്റ് ഗോൾഡ് വിന്നേഴ്സ് ഇന്ത്യയാണ്. റണ്ണറപ്പ് ശ്രീലങ്കയാണ്. ടീമിൽ ഉണ്ടായിരുന്ന മലയാളി താരമാണ് മിന്നുമണി, വയനാട്ടിൽ നിന്നുള്ള മിന്നുമണി. ദെൻ 19ാമത് ഏഷ്യൻ ഗെയിംസ് മെഡലിന്റെ നെയിം ഷാൻഷൂയി എന്നാണ്. ലേക്ക് ആൻഡ് മൗണ്ടെയിൻ എന്നാണ് അതിന്റെ മീനിങ്. ഹാങ്സുയുടെ ആ ഒരു അക്വാട്ടിക് ബ്യൂട്ടിയും കൾച്ചറും ഒക്കെ കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മെഡലിന് അങ്ങനെ ഷാൻഷൂയി എന്ന പേര് കൊടുത്തത്. ദെൻ സെപ്റ്റിമസ് അവാർഡ്സ്. ഓക്കെ, ഇന്റർനാഷണൽ ഫിലിം അവാർഡില് സെപ്റ്റിമസ് അവാർഡ് നേടിയ മലയാളി നടനാണ് ആക്ടർ ടോവിനോ തോമസ്. 2018 എവരിവൺ ഈസ് എ ഹീറോ അതിന്റെ അഭിനയത്തിനാണ് ടോവിനോ തോമസിന് സെപ്റ്റിമസ് അവാർഡ് കിട്ടിയത്. ഇതൊരു ഇന്റർനാഷണൽ ഫിലിം അവാർഡാണ്. ബെസ്റ്റ് റൂറൽ ടൂറിസം പ്രോജക്റ്റിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവാർഡ് കരസ്ഥമാക്കിയത് കേരളത്തിലെ കാന്തല്ലൂർ വില്ലേജ് ആണ്. കാന്തല്ലൂർ. ദെൻ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2023 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 40ാം സ്ഥാനമാണ്. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് ഈ ഇൻഡെക്സ് പുറത്തിറക്കുന്നത്. ദെൻ ഡോക്ടർ MS സ്വാമിനാഥൻ, ഫാദർ ഓഫ് ഇന്ത്യസ് ഗ്രീൻ റെവല്യൂഷൻ ആണ്. ഇദ്ദേഹം റീസെന്റ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നുള്ളതാണ് മുഴുവൻ പേര്. ദെൻ കേരളത്തിലെ
ആദ്യത്തെ ബീച്ച് എക്കോ ടൂറിസം, കേരളത്തിലെ ആദ്യത്തെ ബീച്ച് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് പുന്നപ്പറയാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ബീച്ച് എക്കോ ടൂറിസം സൈറ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് പുന്നപ്പറയാണ്. ആലപ്പുഴയിലാണ് പുന്നപ്പറ. 2023 ശാസ്ത്ര രാമാനുജൻ പ്രൈസ് വിന്നർ, ശാസ്ത്ര രാമാനുജൻ പ്രൈസ് വിന്നർ, മാത്തമാറ്റിക്സിന് കൊടുക്കുന്ന അവാർഡാണ് ശാസ്ത്ര രാമാനുജൻ പ്രൈസ് വിന്നർ. 2005 മുതലാണ് ശാസ്ത്ര രാമാനുജൻ പ്രൈസ് ഏർപ്പെടുത്തിയത്. തമിഴ്നാട്ടിലെ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയാണ് എല്ലാ വർഷവും ഇത് കൊടുക്കുന്നത്. രാമാനുജന്റെ ബർത്ത് ആനിവേഴ്സറി ആയ December 22 കുംഭകോണം, അദ്ദേഹത്തിന്റെ ഹോം ടൗൺ ആണ് കുംഭകോണം, അവിടെയാണ് ഈ ഒരു അവാർഡ് പ്രൊവൈഡ് ചെയ്തത്. ഇത്തവണ കിട്ടിയത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ റുയ് സിയാങ് ഷാങ്ങിനാണ്. റുയ് സിയാങ് ഷാങ്. ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത് കേരള റെസ്പോൺസിബിൾ ടൂറിസ്റ്റ് മിഷൻ ആണ്. കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ. പ്ലാസ്റ്റിക് വേസ്റ്റ് എലിമിനേഷൻ, വാട്ടർ കൺസർവേഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് റിവൈവൽ ഓഫ് പോസ്റ്റ് കോവിഡ് ടൂറിസം, ഈ മേഖലകളിലെ പ്രവർത്തനത്തിനാണ് കേരള റെസ്പോൺസിബിൾ ടൂറിസത്തിന് ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം അവാർഡ് കിട്ടിയത്. 2023 ICC മെൻസ് വേൾഡ് കപ്പ് വെന്യൂ ഇന്ത്യയിലാണ്. ബ്രാൻഡ് അംബാസിഡർ ഷാരൂഖ് ഖാൻ. വിജയിച്ചത് നമ്മുടെ ഓസ്ട്രേലിയ. ഒഫീഷ്യൽ മാസ്കോട്ടിന്റെ പേര് ബ്ലേസും ടോങ്കുമാണ്. ബ്ലേസ് ഫീമെയിൽ മാസ്കോട്ട് ആണ്. ബൗളിംഗ് സ്പീഡാണ് ബ്ലേസ് കാണിക്കുന്നത്. ടോങ് മെയിൽ മാസ്കോട്ട് ആണ്. ബാറ്റിംഗ് സ്പീഡും കൂളായിട്ടുള്ള ഒരു കമ്പോഷറും ഒക്കെയാണ് ടോങ് കാണിക്കുന്നത്. ദെൻ റീസെന്റ് മരണപ്പെട്ട ഒരു കാർട്ടൂണിസ്റ്റ് ആണ് എസ് സുകുമാരൻ പോറ്റി എന്ന് പറയുന്നത്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ ഫൗണ്ടറും ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു കോമിക് ലിറ്ററേച്ചർ ആണ് വായിൽ വന്നത് കോതയ്ക്ക് പാട്ട്. ഓക്കെ, അതുപോലെ കോട്ടയ്ക്കൽ ഗോപി കഥകളി ആചാര്യനാണ്. റീസെന്റ് മരണപ്പെട്ട വ്യക്തിയാണ് കോട്ടയ്ക്കൽ ഗോപി എന്ന് പറയുന്നത്. കേരള ഹൈക്കോർട്ട് പാരന്റ്സ് പാട്രിയറ്റ് ജുറിസ്ഡിക്കേഷൻ റീസെന്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ് ഈ പാരന്റ്സ് പാട്രിയറ്റ് ജുറിസ്ഡിക്കേഷൻ എന്ന് പറയുന്നത്? പേരന്റ് ഓഫ് ഹിസ് ഓർ ഹെർ കൺട്രി, അതായത് പുണ്യ ബാലഗംഗാധരൻ നായർ അല്ലെങ്കിൽ പുണ്യ ബി നായർ എന്നുള്ള പേര് സെലക്ട് ചെയ്യാനായിട്ട് അച്ഛനും അമ്മയും തമ്മിൽ, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള അച്ഛനും അമ്മയും തമ്മിൽ തർക്കം വരികയും അതിനെ തുടർന്ന് ഗവൺമെന്റ് ആ കുട്ടിയുടെ പാരന്റ് ആയിട്ട് ബിഹാഫ് നിൽക്കുകയും അതിൽ ഈ ഒരു പേരിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു 4 വയസ്സുള്ള കുട്ടിയുടെ പേരിന്റെ ഒരു ഡിസ്പ്യൂട്ട് ഫൈനലി തീർപ്പാക്കുകയും പുണ്യ ബി നായർ അല്ലെങ്കിൽ പുണ്യ ബാലഗംഗാധരൻ നായർ എന്നുള്ള പേര് ഇടുകയും ചെയ്തു. തിരികെ സ്കൂളിൽ ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിൻ, കുടുംബശ്രീയുടെ ഇനിഷ്യേറ്റീവ് ആണ് ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിന്. കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്നാണ് നടത്തുന്നത്. 46 ലക്ഷം കുടുംബശ്രീ സ്ത്രീകളാണ് തിരിച്ച് സ്റ്റുഡൻസ് ആയിട്ട് സ്കൂളിലേക്ക് എത്തുന്നത്. ഓക്കെ, സ്ത്രീകളെ പാതി വഴിക്ക് വെച്ച് പഠനം നിന്ന് പോയ സ്ത്രീകളെ തിരിച്ച് സ്കൂളിൽ എത്തിക്കാനായിട്ടുള്ള കുടുംബശ്രീയുടെയും കേരള ഗവൺമെന്റിന്റെയും ഒരു പദ്ധതിയാണ് തിരികെ സ്കൂൾ, ബാക്ക് ടു സ്കൂൾ. സോ നമ്മള് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണല്ലോ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ പാർട്ട് നമ്മൾ 2 പാർട്ടായിട്ടായിരുന്നു എടുക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഈ ഒരു സ്ലൈഡ് വരെയാണുള്ളത്. ഇത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് പാർട്ട് ആയിരിക്കും എടുക്കുന്നത്. താങ്ക് യു ഓൾ.